ഹലോ, ഇത് ഞങ്ങൾ ശാസ്താംകോട്ട അമ്പലത്തിൽ പോയൊരു ഇതാണേ. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ്. അമ്മ എനിക്കൊന്ന് മുന്നേ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ബാക്കി ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ശാസ്താംകോട്ട അമ്പലത്തിൽ പോകുന്നത്. ശാസ്താംകോട്ട അമ്പലത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? അവിടെ നിറച്ച് കുരങ്ങന്മാരാണേ. കുരങ്ങന്മാർ എന്ന് വെച്ചാൽ ഞങ്ങളെ അല്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിറച്ച് കുരങ്ങന്മാരുണ്ടേ. അത് അധികം കുറച്ച് പേരൊക്കെ ഉള്ളൂ മുന്നോട്ടൊക്കെ വന്നിരിക്കുന്നത്. കൂടുതലും കാട്ടിനകത്തോട്ടൊക്കെ ശരിക്കും കുരങ്ങന്മാരുണ്ട്. വലിയ അക്രമക്കാരൊന്നുമല്ല. നമ്മൾ ചെന്ന് സെൽഫി എടുക്കാനൊക്കെ ചെന്നുമ്പോൾ വലിയ പോസൊക്കെ കാണിച്ച് നിന്നിരുന്നുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കും. അവിടെ ഒരു വാനര ഭോജനശാല എന്നൊരു ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. കാരണം ഈ കുരങ്ങന്മാർക്ക്, ഈ വാനരന്മാർക്ക്, ഇനി കുരങ്ങന്മാരെന്ന് പറയുന്നത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ചിലർക്ക്, ഈ വാനരന്മാർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഇത് കെട്ടിയിട്ടിട്ടുണ്ട് അവിടെ. അതിന് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ കൊണ്ടുവന്ന് അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴുകി വൃത്തിയാക്കുന്ന എനിക്കൊന്നും ഇവർ രാത്രിയൊക്കെ ഫുഡ് പുറത്ത് ഞങ്ങൾ ചെന്നപ്പോൾ പുറത്ത് ഒരുപാട് ഫുഡൊക്കെ ഓരോരുത്തർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിക്കാൻ ഇവർ കുഞ്ഞു കുരങ്ങന്മാർ, മക്കൾ വഴിയിൽ വരുന്ന ഓരോരുത്തർ മുട്ടായി കൊടുക്കുമ്പോൾ മക്കൾ ഓടിക്കുന്ന മുട്ടായി മേടിക്കില്ലേ, അതുപോലെ കുഞ്ഞു കുരങ്ങന്മാർ ഓടി വന്ന് കഴിക്കുന്നുണ്ട്. വലിയവർക്ക് മാറിയിരിക്കുന്നുണ്ട്. ആൾ നിൽക്കുമ്പോൾ കുറച്ച് പോസൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട്. ആൾ മാറുമ്പോൾ ഓടിപ്പോയി കഴിച്ചിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പിള്ളേരെ നോക്കിക്കൊണ്ട് വിരുന്നുകാർ പോകുമ്പോൾ നമ്മൾ ചാടി വീണ് അറ്റാക്ക് ചെയ്യില്ല, അതേപോലെയൊക്കെ അവന്മാരും ഒക്കെ ഓടി വന്ന് കഴിക്കുന്നുണ്ട് ആളുകൾ പോകുമ്പോൾ. അങ്ങനെ നല്ല രസമായിരുന്നു. നല്ലൊരു ക്ഷേത്ര ദർശനമായിരുന്നു. ഞങ്ങളവിടെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പോയി. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അതിൻ്റെ താഴെയാണ്, ഈ അമ്പലത്തിന് തൊട്ട് താഴെയാണ് ശാസ്താംകോട്ട ശുദ്ധജല തടാകം. കൊല്ലംകാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ കൊല്ലംകാർക്കെന്നല്ല, നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു ശുദ്ധജല തടാകമേ ഉള്ളൂ, അത് നമ്മുടെ ശാസ്താംകോട്ടയാണ്. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ കൊല്ലംകാർക്ക് പ്രത്യേകിച്ച് അറിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ഷേത്ര ദർശനം. കുരങ്ങന്മാരെ ഓടുന്നത് കണ്ടോ? പിന്നെ കൂട്ടത്തിൽ ഇതിൽ ആരാണ് കുരങ്ങ് എന്നുള്ളൊരു ചോദ്യം വേണ്ട, കാണുന്നവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. എല്ലാവരും പോയിരുന്ന് കാണാൻ നല്ല രസമുണ്ട്. കൊച്ചുങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി സന്തോഷമാണ്. കുരങ്ങന്മാരെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ അടുത്ത് വന്ന് ഇരിക്കുന്ന നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ കുരങ്ങന്മാരെ കൂടുതൽ സെൽഫിയൊക്കെ എടുത്തു തിരിച്ചു പോന്നു. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. അപ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ കണ്ടാൽ മാത്രം പോയി ഒരു ബെല്ലൈക്കൺ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിന് എന്താ നിങ്ങൾക്ക് പാട്? ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ആർക്കും ഒരു പാടില്ലല്ലോ. അപ്പോൾ ഇത് ചെയ്തേക്കണേ. ടാറ്റാ.